ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പുതിയൊരു മൈക്ക് വാങ്ങി. കാരണം എൻ്റെ മൈക്ക് വാങ്ങിയിട്ട് മിനിറ്റ് വേണ്ട, ഇതാണ് ഞാൻ പുതിയതായി വാങ്ങിയത്. ഗ്രാനറോ S12 ആണ് മൈക്ക് വരുന്നത്. ഇതൊരു സെറ്റ് മൈക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കാണിക്കാൻ പോകും. ഇപ്പോൾ ഞാൻ മൈക്ക് കണക്ട് ചെയ്യാണ്ടാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എന്താ പറയുക, മൈക്ക് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ വ്യത്യാസം എന്തെങ്കിലും പറയാം. ഇന്ന് ഫാൻ കൂടി ഇട്ടിട്ടുണ്ട്. ഈ മൈക്കിന് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇതൊന്ന് കണക്ട് ചെയ്തോട്ടെ. കണക്ട് ചെയ്തിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ കണക്ട് ചെയ്തിട്ടുണ്ട് മൈക്കിൻ്റെ. നിങ്ങൾക്ക് നേരത്തെ ഞാൻ സംസാരിച്ചിരുന്നു, ഇപ്പം ഞാൻ സംസാരിച്ചിരുന്ന എന്തെങ്കിലും വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പറയുക. ഇതിപ്പോൾ ഫസ്റ്റ് ലെവൽ ഇതാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈക്ക് ആദ്യത്തെ ലെവൽ ഒരു 3 ലെവലുണ്ടെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ലെവലിലാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ലെവലിലേക്ക് കിട്ടും. ഇതാണ് ഇപ്പോഴത്തെ സെക്കൻഡ് ലെവല്. ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ്? ഇപ്പോൾ എനിക്കറിയില്ല കറക്റ്റായിട്ട്, കാരണം നിങ്ങളാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞെങ്കിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴായിരിക്കും ഞാൻ അറിയാം ഈ മൈക്കിന്റെ അവസ്ഥ എന്താണെന്ന്. കാരണം നമ്മൾ ഇതിന് മുമ്പ് ഒരു ഫെയിലിയർ വാങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈക്ക് വാങ്ങിയിട്ട് ലിറ്ററലി ഫീലായിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് അവസാനം അത് കളയേണ്ടി വന്നു. കളയാനല്ല, ഇവിടെ സാധനം ഇരിക്കുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കാതില്ല. കാരണം നമ്മൾ കുറച്ചൊരു 10-15 വീഡിയോ ഉണ്ട്. അവസാനം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു, ഇവിടെ മൈക്ക് ഇല്ലാണ്ട് സംസാരിക്കുക കുറച്ചുകൂടി നല്ലതാണ്, പിന്നെ കേൾക്കാണ്ട്. അങ്ങനെ ഞാൻ മൈക്ക് ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പോൾ ഇതിലേക്ക് വന്നത്. ഒരു ചുമയുണ്ട്, അത് ഭയങ്കര ഉണ്ടെന്ന് അറിയില്ല. ഇതിപ്പോൾ നമ്മൾ ലെവൽ 2 ആണ് ഞാൻ സംസാരിക്കുന്നത്. ആദ്യം ഞാൻ ലെവൽ 1 സംസാരിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ ലെവൽ 2 സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇതിലൊരു ലെവൽ 3 എന്ന് പറയുന്ന ഓപ്ഷൻ, ഇപ്പോൾ ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കഷ്ടകാലത്തിന് ഇപ്പോൾ ഒരു വണ്ടി ഇതൊന്നും പുറത്തോട്ട് പോകില്ല. അല്ലെങ്കിൽ എപ്പോഴും എന്താ പറയുക, നമ്മളൊരു ഓൺ വോയിസ് വീഡിയോ ഇടുകയാണെങ്കിൽ വണ്ടി പിന്നാലെ പോകും. അപ്പം എന്തായാലും ഒന്നുമില്ല. ബട്ട് ഫാനിൻ്റെ സൗണ്ട് എനിക്ക് തോന്നുന്നു നേരത്തെ സാധാ ഇരിക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ടാവും. പിന്നെ ഞാൻ കണക്ട് ചെയ്ത സമയത്തും കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ അപ്പം ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, സെറ്റപ്പ് ബൈക്ക്. എന്തായാലും ഇപ്പോൾ നോയ്സ് ലെവൽ 2 നമ്മൾ ഇട്ടേക്കുന്നത്. ഇനി എന്ത് ലെവൽ 3 ആക്കി വെക്കാം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം ഇവിടെ ബ്ലിങ്ക് ആവും. ഞാനിവിടെ ബാക്കിൽ അമർത്തുന്നതോറും ബ്ലിങ്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എന്താ പറയുക, അത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലെവൽ 3 ഇപ്പോൾ. ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, ടോപ്പ് റേഞ്ച് എന്നൊക്കെ പറയുന്ന പോലത്തെ റേഞ്ച്. ഇത് എത്രത്തോളം ഓഡിയോ ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് നിങ്ങൾ വേണം പറയാം. ഇത് ഞാൻ യൂസ് ചെയ്യണ്ടെന്ന് പറയാനാണോ എന്താണ് ഇതിൻ്റെ പ്ലാൻ? കാരണം ഞാനിത് മറ്റെന്താ പറയുക, മൊബൈലിട്ട് നോക്കിയിട്ടില്ല എന്ന് പറയണില്ലേ, ഞാൻ വന്ന ഉടനെ തന്നെ നോക്കി. അപ്പൊ എനിക്ക് നല്ലതാന്ന് തോന്നി. പക്ഷെ അതേപോലെ തന്നെയാണ് മറ്റെന്താ പറയുക, പഴയത് ഞാൻ ഇട്ടിട്ട് എനിക്ക് കൊള്ളാതെ നല്ല സാധനമാണല്ലോ, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പഴയ മൈക്കിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ അതല്ലല്ലോ. കാരണം ഞാൻ യൂട്യൂബ് വീഡിയോ ഇട്ടപ്പോൾ അത് വേറെ ഉൾട്ടിയായി എനിക്ക് അടിച്ചു. കാരണം എല്ലാവരും പറഞ്ഞു ഇവിടെ കേൾക്കാനില്ല, ഒന്നും കേൾക്കാനില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ തന്നെ പറയുക. കാരണം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ 3rd ലെവൽ നോയ്സ് ക്യാൻസലേഷനിലാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു സാധനമാണെന്നാണ് റിവ്യൂസ് എല്ലാം വരുന്നത്. അതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത്. പോരാത്തതിന് ഇതൊരു എന്താ പറയുക, 800 രൂപയുടെ റേഞ്ചുള്ളൊരു മൈക്കാണ്. 800 പറഞ്ഞാൽ ഒരു ആമസോണിലൊക്കെ 200 സംതിങ് കാണിക്കും. പിന്നെ ഡെലിവറി ചാർജും അതൊക്കെ ആയിട്ട് 800 രൂപയാണ് എനിക്ക് വന്നത്. നിങ്ങൾക്ക് എത്ര രൂപ വരും എന്നറിയില്ല. നിങ്ങൾ നോക്കുക, ഓഫേഴ്സുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് മൈക്കിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് വീഡിയോ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡേറ്റ് ടോക്സോ വ്ളോഗ്സോ ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് നല്ലതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നല്ലതാണെന്ന് എനിക്ക് പറയുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ എന്താ പറയുക, ഈ വീഡിയോ കണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോയുടെ എന്നുവെച്ചാൽ ഞാനിപ്പോൾ കറക്റ്റ് എന്താ പറയുക, ഒന്നുമില്ലാണ്ടും മൈക്ക് വെച്ചിട്ട് മൈക്ക് ലെവൽ 1 ലെവൽ 2 ലെവൽ 1 തോന്നുന്നു, ലെവൽ 2 ലെവൽ 3 ഞാനിപ്പോൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ലെവൽ 2 നമ്മൾ കുറച്ച് സമയം യൂസ് ചെയ്തേക്കരുത്. ഇനി ലെവൽ 3 എന്താവുമെന്ന് നിങ്ങൾ തന്നെ പറയണം. ഞാനിപ്പോൾ ഫാൻ ഉണ്ട്, നിങ്ങൾക്ക് ബാക്കിയുള്ള എൻ്റെ ഡ്രസ്സുകളൊക്കെ എന്താ പറയുക ഷേക്ക് ചെയ്തത് കാണാം. ഞാനതൊന്നും ഓഫ് ചെയ്തിട്ട് പോലും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും എന്താണ് വ്യത്യാസം എന്ന്.
ഇനിയിപ്പോ കഴിഞ്ഞ വർഷകാലത്തിൽ ഇത് ഓഡിയോ ഒന്നും റെക്കോർഡ് ആവാത്ത അവസ്ഥയാണെങ്കിൽ തീരെ പറ്റും. കാരണം ഫുൾ ബ്ലാങ്ക് ആയിരിക്കും. അപ്പൊ പിന്നെ റീഷൂട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അത്ര എനിക്ക് ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇതാണിത് ഗ്രനേഡേഴ്സ് 12 നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിച്ച് ട്രൈ ചെയ്യാം. 800 രൂപയാണ് വരുന്നത്. എനിക്ക് മൊത്തം 800 രൂപയാണ് ചെലവാകുന്നത്. ഡെലിവറി ചാർജ് ഇതൊക്കെ കൊടുത്തു. ലിങ്ക് ഒന്നും കൊടുക്കണില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. എൻ്റെ ഓഡിയോ ക്വാളിറ്റിയാണ് നിങ്ങളിപ്പോൾ ശരിക്കും അറിയുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് അത്ര തന്നെ. എല്ലാവർക്കും